നമ്മുടെ സ്വന്തം പത്രം എത്ര തെരഞ്ഞു നോക്കിയാലും ഇങ്ങനെ ഒരു സംഭവം ഇട്ടല്ലേ. സുധാകരൻ ഏത് സുധാകരൻ? ഇപ്പം അതാണ് ഈ അന്തംകമ്മികളൊക്കെ ചോദിക്കുന്നത്. സുധാകരൻ, ജി സുധാകരനോ? ഓ, വർഗവഞ്ചകൻ, വർഗവഞ്ചകൻ. പിണറായി വിജയനെതിരെ, റിയാസിനെതിരെ, ഇവരുടെ തോന്നിയാസങ്ങൾക്കെതിരെ, ഇവരുടെ നെറികേടുകൾക്കെതിരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ അവരൊക്കെ ആരാണ്? വർഗവഞ്ചകരാണ്. അതുകൊണ്ട് ഇത്രയും കാലം പിണറായി വിജയന്റെ അമേദ്യം തിന്നവർ ഇന്നു മുതൽ റിയാസിന്റെ കൂടി അമേദ്യം തിന്നണം എന്നാണ് പാർട്ടി കൽപ്പന. എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. ക്യൂ നിൽക്കുകയല്ല, കൂട്ടം കൂടി അമേദ്യപാത്രത്തിന് ചുറ്റും എന്താ പറയാ, വട്ടം കൂടി ഇരുന്നിട്ട് കൈയിട്ട് വാരുകയാണ് അന്തംകമ്മികൾ. അന്തംകമ്മികൾ, ഈ അന്തംകമ്മികൾ നിലനിൽക്കുന്നിടത്തോളം കാലം പാർട്ടി ഉണ്ടാകും. പക്ഷെ എത്ര കാലം? ഈ അമേദ്യത്തിന്റെ രുചി, അമേദ്യത്തിന്റെ രുചി നുണയുന്ന അന്തംകമ്മികളെ കുറിച്ച് എന്ത് പറയാനാണ്? ദേശാഭിമാനിയെ കുറിച്ച് ഞാനൊരു പ്രത്യേക വീഡിയോയിൽ ദേശാഭിമാനിയെ കുറിച്ച് പറയാനുണ്ടേ. കാരണം ദേശാഭിമാനിയുടെ ഇന്നത്തെ മെയിൻ സ്റ്റോറി ഒരു 4 വീഡിയോ ചെയ്യാനുള്ള പാകമുള്ള കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. ഏതായാലും ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദേശാഭിമാനി കാണിച്ചു തരാം. ദേശാഭിമാനിയുടെ 7-ാം പേജിൽ, ദേശാഭിമാനിയുടെ 7-ാം പേജിൽ, ആഹാ, സഖാക്കളുടെ ബുദ്ധി നോക്കണേ. ഇതാണ് ദേശാഭിമാനിയുടെ 7-ാം പേജ്. ഈ 7-ാം പേജിൽ ദോ കിടക്കുന്നു. 7-ാം പേജിന്റെ ഏറ്റവും അവസാനം ഒരു സിംഗിൾ കോളത്തിൽ ചരമവാർത്തയുടെ തലക്കെട്ടൊക്കെ കൊടുക്കുന്ന പോലെ കുഞ്ഞ് തലക്കെട്ടിൽ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കും ജി സുധാകരൻ. കണ്ടോ? അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കും ജി സുധാകരൻ. പേടിച്ചുപോയി. ഇവരുടെ വിചാരം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലാന്ന്. കാരണം ഇത് ദേശാഭിമാനിയാണല്ലോ ആൾക്കാർ വായിക്കുന്നത്. അന്തംകമ്മികൾ പോലും വായിക്കുന്നില്ല. അതിന്റെ അങ്ങേപ്പുറങ്ങേപ്പുറൊക്കെ ഇതുണ്ട് കേട്ടോ. നാസറിന്റെ വലിയ തലക്കെട്ടാണ്, ഒരാളും ജി സുധാകരന്റെ ഒപ്പം പോയില്ല എന്നാണ് പറയുന്നത്. ഒരാളും. എച്ച് സലാമ പറഞ്ഞത് 15 പേരിൽ കൂടുതൽ പോയില്ല എന്ന്. പക്ഷേ നാസർ ജില്ലാ സെക്രട്ടറി പറയുന്നത് ഒരാളും ജി സുധാകരന്റെ ഒപ്പം പോകില്ല. ഓ, ഒരാളും പോകില്ല അത്രേ. ആൾക്കാരൊക്കെ നാസറിന്റെ കൂടിയാണ്, ആൾക്കാരൊക്കെ എച്ച് സലാമിന്റെ കൂടിയാണ്, ആൾക്കാരൊക്കെ സജി ചെറിയാന്റെ കൂടിയാണ്. സുധാകരന്റെ കൂടെ ആരും പോകില്ല അത്രേ. എന്താ ചെയ്യാ? സുധാകരന്റെ മനസ്സ് കുറ്റബോധം കൊണ്ട് തകർന്നു പോകുന്നതാണ് AK ബാലൻ പറയുന്നത്. മൂപ്പര് മറ്റേ തീവ്രത അളക്കുന്ന യന്ത്രമായിട്ട് ചിലപ്പോൾ വരും കേട്ടോ. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം ദൗർഭാഗ്യകരെന്ന് MA ബേബി പറയുന്നു. പാർട്ടിയെ ചതിച്ചു എന്നാണ് സജി ചെറിയാൻ. പാർട്ടിയെ ചതിച്ചു. എന്റെ സജി ചെറിയാനെ ഭരണഘടന എന്താണ്? കുന്തും കൊടച്ചക്രം, അങ്ങനെയല്ലേ പറഞ്ഞത്? ആരും മൈൻഡ് ചെയ്യില്ലടോ. തൻ്റെ ഒന്നും വാക്കുകൾ ആരും മൈൻഡ് ചെയ്യില്ല സജി ചെറിയാനെ. താനൊക്കെ CPM പുഴുക്കുത്തുകളാണ് എന്ന്, മാലിന്യങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. ഈ വരുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളം ഇന്നോളം കണ്ടിട്ടില്ലാത്ത അത്രക്കും പ്രത്യേകതയാർന്ന തെരഞ്ഞെടുപ്പാണ്. അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. CPM എവിടെയൊക്കെ കെട്ടിവെച്ച പൈസ പോകും നോക്കിയാൽ മതി കേട്ടോ. എവിടെയൊക്കെ കെട്ടിവെച്ച പൈസ പോകും, ഏതൊക്കെ വൻ മരങ്ങൾ കടപുഴകി വീഴും എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. മാതൃഭൂമിയിലെ വാർത്ത, മാതൃഭൂമി ഏതാണ്ട് അതേപോലെ തന്നെ. മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി ആ പേജ് പരസ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ള അരപ്പേജ് മനോരമ കൊടുത്ത പോലെ തന്നെ. സഖാവ് സ്വതന്ത്രൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്ന് ജി സുധാകരൻ പ്രഖ്യാപിച്ചു. പിന്തുണയ്ക്കാൻ UDF. കേരള കൗമുദി ഈ വാർത്ത കൊടുത്തത്, കേരള കൗമുദിക്ക് 2-1 പേജുണ്ട്. അതിലിതാ സ്വതന്ത്രൻ സുധാകരൻ എന്നാണ് കൊടുത്തത്. സ്വതന്ത്രൻ സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനാകും. പിണറായി വീണ്ടും വന്നാൽ സന്തോഷം. അതിനിടയ്ക്ക് പത്രക്കാർ ചോദിച്ചിട്ടോ, പിണറായി 3-ാം തവണയും വരും നാളോ കേൾക്കുന്നത്. അപ്പൊ വന്നാൽ സന്തോഷം. ആ മറുപടി യഥാർത്ഥത്തിൽ ഒരാക്കിയ മറുപടിയാണ്. പിണറായി 3-ാമത് വരും, കാണാലോ. CPM ബൈ പറഞ്ഞു. LDFന് തിരിച്ചടി, UDF പിന്തുണച്ചേക്കും എന്നൊക്കെയാണ് പറയുന്നത്. മുറിവേറ്റ സഖാവ് എല്ലാം ഉറപ്പിച്ചു തുടങ്ങിയ ആ രീതിയിലാണ് കേരള കൗമുദി വാർത്ത കൊടുത്തത്.